പ്രീ ടേം ലേബർ അല്ലെങ്കിൽ പ്രീ ടേം ബർത്ത് അതിൻ്റെ റിസ്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഫൈബ്രോനെക്റ്റിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഫീറ്റൽ ഫൈബ്രോനെക്റ്റിൻ ടെസ്റ്റ് ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈബ്രോനെക്റ്റിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പ്രോട്ടീനാണ്, ഫീറ്റൽ പ്രോട്ടീനാണ്, കുഞ്ഞിൻ്റെ സെൽസാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രസൻസ് സെർവിക്സിലുള്ള സെക്രീഷൻസിൽ അല്ലെങ്കിൽ വജൈനൽ സെക്രീഷൻസിൽ കണ്ടെത്തിയാൽ ഒരു 1 തൊട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ ലേബർ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ബേസിക്കലി കുറച്ച് ലോജിക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഈ എന്താ പറയുന്നത് ഫൈബ്രോനെക്റ്റിൻ എന്ന പ്രോട്ടീനാണെന്ന് ഞാൻ പറഞ്ഞു. ബേസിക്കലി ഇത് സഹായിക്കുന്നത് നമ്മുടെ അമ്നിയോട്ടിക് സാക്ക് യൂട്രസിൻ്റെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് 2 സമയങ്ങളിലാണ് പ്രധാനമായിട്ട്. തുടക്കത്തിൽ എന്ന് വെച്ചാൽ പ്രഗ്നൻസിയുടെ തുടക്കത്തിലും ഇത് സെർവിക്കൽ സെക്രീഷൻസിലോട്ട് എത്താം. എന്ന് വെച്ചാൽ 22 ആഴ്ചയ്ക്ക് മുമ്പ്. പിന്നീട് സാധ്യത ഒരു 35 ആഴ്ചയ്ക്ക് ശേഷമാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ, 22 തൊട്ട് 35 ഇടയ്ക്കുള്ള ആ ഒരു സമയത്ത് സാധാരണയായിട്ട് ഫൈബ്രോനെക്റ്റിൻ ഉണ്ടാവില്ല. അങ്ങനെ കണ്ടെത്തിയാൽ അതിൻ്റെ അർത്ഥം ഇവർ പ്രീ ടേമിലോട്ട്, എന്ന് വെച്ചാൽ 37 ആഴ്ചയ്ക്ക് മുമ്പുള്ള ലേബറിനെ നമ്മൾ പ്രീ ടേം എന്ന് പറയുന്നത്, അതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രസൻസ് സെർവിക്കൽ സെക്രീഷനിലുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു 1 തൊട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ ലേബർ സംഭവിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രീ ടേമിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്കൊരു ഫൈബ്രോനെക്റ്റിൻ ടെസ്റ്റ് വജൈനൽ എന്താ പറയുക അല്ലെങ്കിൽ സെർവിക്കൽ സെക്രീഷൻ അതിൻ്റെ സ്വാബ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ പാപ്പ് സ്മിയർ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയാൽ ഇവർ പ്രീ ടേം ലേബറിൻ്റെ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നഴ്സിംഗ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. DH, HAD, MOH, പ്രോമെട്രിക്, EXAM പോലുള്ള എക്സാംസിനും അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സാംസ് ആയിട്ടുള്ള DME, AIMS പോലുള്ള എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.